ഒരുപാട് മലയാളി നേഴ്സുമാർ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് ബീഹാർ. ബീഹാർ അതെ. രജിസ്ട്രേഷനുള്ള അവിടെ നിന്ന് എബ്രോഡ് പോകാനായിട്ട് നിൽക്കുന്ന നേഴ്സുമാർക്ക് ഗുഡ് സ്റ്റാൻഡിങ് എങ്ങനെ എടുക്കും, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, എത്ര ഡേയ്സ് എടുക്കും എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. ഉണ്ടാവും. നമുക്ക് അതെ. ഇന്നത്തെ വീഡിയോയിൽ ബീഹാർ നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് ഗുഡ് സ്റ്റാൻഡിങ് വെരിഫിക്കേഷൻ എങ്ങനെ എടുക്കും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്യുക. അതിന് മുന്നേ മെയിനായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടതെന്നുള്ളത് പറയാം. Yeah. അപ്പോൾ ബീഹാർ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനുള്ള നേഴ്സ് ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ അപ്ഡേറ്റഡ് ആണോ, വാലിഡ് ആണോ എന്നുള്ളത് ഒന്ന് അഷ്വർ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ഓൺലി നമുക്ക് ഈ ഒരു ഗുഡ് സ്റ്റാൻഡിങ് ഓർ വെരിഫിക്കേഷൻ എന്നുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ചെക്ക് ലിസ്റ്റിൽ വരുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, +2 സർട്ടിഫിക്കറ്റ്, കോൺവക്കേഷൻ സർട്ടിഫിക്കറ്റ്, ദെൻ യുവർ ട്രാൻസ്ക്രിപ്റ്റ്, കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് കോപ്പി, ലൈവ് ഫോട്ടോ, പിന്നെ നിങ്ങളുടെ ആധാർ, ദെൻ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ദെൻ യുവർ അഡ്രസ്സ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് മെയിൻലി വരുന്നത്. പിന്നെ ഒരു ക്ലിയർ കോപ്പി ഓഫ് നമ്മുടെ ബീഹാർ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനും കൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. റിന്യൂവൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ കൊടുക്കുക. നോർമലി എനിക്ക് തോന്നുന്നു ബീഹാറിന് അങ്ങനെ ഈ റിന്യൂവൽ കോപ്പി ആയിട്ട് സെപ്പറേറ്റ് ഇവർക്കില്ല. അതായത് വാലിഡ് ആയിട്ട് നമ്മൾ കർണാടകയ്ക്കൊക്കെ വരുന്ന പോലെ തന്നെ ഒരു സീല് പ്ലേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്, അപ്ഡേറ്റഡ് എന്നുള്ളൊരു സീല് വെച്ചിട്ട്. ഒരു വാലിഡിറ്റി ഒരു 5 years കഴിഞ്ഞിട്ടുള്ള വാലിഡിറ്റി ആയിരിക്കും ഇട്ടിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടതായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഇതെല്ലാം സ്കാൻഡ് കോപ്പീസ് ആണ് റിക്വയർഡ് ആയിട്ടുള്ളത്. അപ്പോൾ വൺസ് ഈ ആപ്ലിക്കേഷൻ നമ്മൾ മെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തൊട്ടുള്ളൊരു 30 വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും ഡ്യൂറേഷൻ വരിക. അപ്പോൾ 30 വർക്കിംഗ് ഡേയ്സ് ആകുമ്പോഴേക്കും ഈ ബീഹാർ നഴ്സിംഗ് കൗൺസിൽ ഗുഡ് സ്റ്റാൻഡിങ് കംപ്ലീറ്റഡ് ആയി നിങ്ങളുടെ ഏത് ഹെൽത്ത് അതോറിറ്റിയിലോട്ടാണോ ഇത് അയക്കേണ്ടത് അങ്ങോട്ടേക്ക് ഒരു കോപ്പി പോകും. അലോങ് വിത്ത് ദാറ്റ് യു വിൽ ഓൾസോ ഗെറ്റ് 1 കോപ്പി നിങ്ങളുടെ മെയിലിലേക്ക് വരും. അപ്പോൾ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ അത് മെൻഷൻ ചെയ്യണം, നിങ്ങളുടെ ഇമെയിൽ ID കൂടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിൻലി പറയാനുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഡ്യൂറേഷൻ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ്, കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് കിട്ടുമോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഡ്യൂറേഷൻ ബീഹാറിന് ഇത്രയും വരുന്നുണ്ട്. എന്തായാലും എന്തെങ്കിലും കമൻറ്റ്സ് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്സിൽ ചോദിക്കുക. പിന്നെ എന്തെങ്കിലും എമർജൻസി ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങളുടെ ടീം ആൾവേസ് ഹാപ്പി ടു ഹെൽപ്പ്. അതെ അതെ. അതുപോലെ വാട്സാപ്പ് ചെയ്യണം എന്നുള്ളവർക്ക് ഡയറക്റ്റ്ലി നമ്മുടെ കസ്റ്റമർ കെയറിൽ തന്നെ വാട്സാപ്പും ചെയ്യാവുന്നതാണ്. അതെ, ഇപ്പോൾ ഗുഡ് സ്റ്റാൻഡിങ് മാത്രമല്ല, നഴ്സിംഗ് പ്രൊഫഷണൽസ്, മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ എല്ലാ സർവീസുകളും ട്രൂ ഇൻ്റർനാഷണൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുമ്പോഴേക്കും ബൈ.